ഒരു കുടുംബവും ഒരു ദിവസം കൊണ്ട് തകരുന്നതല്ല. അത് പതുക്കെ പതുക്കെ തകരുകയാണ്. സംസാരിക്കാത്ത വാക്കുകളിലൂടെ, കേൾക്കപ്പെടാതെ പോകുന്ന വേദനകളിലൂടെ, അവഗണിക്കപ്പെട്ട ബന്ധങ്ങളിലൂടെ ഒടുവിൽ ഒരു ദിവസം വലിയൊരു ദുരന്തം സംഭവിക്കുന്നു. മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നു. മയക്കുമരുന്ന് കുടുംബങ്ങളെ തകർക്കുന്നു. പണം, സ്വത്ത്, കോപം, വൈരാഗ്യം, ചിലപ്പോൾ മനുഷ്യ ജീവൻ പോലും നഷ്ടപ്പെടുന്നു. എത്രയോ കേസുകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് സ്വന്തം മാതാപിതാക്കളോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും? പക്ഷെ നമ്മൾ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം. ഈ ദുരന്തത്തിന് മുമ്പ് ആ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? എന്താണ് ആ കുട്ടിയുടെ ഹൃദയത്തിൽ നടന്നിരുന്ന ചിന്തകൾ? ആരെങ്കിലും അവനെ കേട്ടിരുന്നു? ആരെങ്കിലും അവന്റെ വേദനയും കണ്ണീരും കണ്ടിരുന്നു? തീർച്ചയായും ഒരു കുറ്റത്തിനും ന്യായീകരണമില്ല. ഓരോരുത്തരും സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദികളുമാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് എന്ന് ഓർക്കുക. മാതാപിതാക്കളെ, മക്കൾക്ക് നമ്മളെയാണ് വേണ്ടത്. മാതാപിതാക്കൾ മക്കൾക്കായി എല്ലാം ചെയ്യുന്നു. നല്ല വിദ്യാഭ്യാസം, നല്ല വീട്, നല്ല വസ്ത്രം, പുതിയ ഫോൺ, സാമ്പത്തിക സുരക്ഷ, ചെയ്യാവുന്ന എല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം നമുക്കാർക്കും പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല. അതാണ് നല്ല ബന്ധങ്ങൾ. ഒരു കുട്ടിക്ക് ഏറ്റവും പുതിയ ഫോൺ ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ ഏകാന്തനായിരിക്കും. ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഉണ്ടായിരിക്കാം, പക്ഷേ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പണം മാത്രമല്ല വേണ്ടത്. അവർക്ക് നിങ്ങളെയാണ് വേണ്ടത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങൾ അവരെ കേൾക്കാനെടുക്കുന്ന ജാഗ്രത. അവരോട് ചോദിക്കണം: മക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നോട് തുറന്നു പറയാൻ നിങ്ങൾ കഴിയുമോ? നിങ്ങളുടെ വീട് സത്യം പറയാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരിടമായിരിക്കണം. വൈകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. മക്കളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമിതമായ കോപം, ഒറ്റപ്പെടൽ, രഹസ്യ സ്വഭാവം, തെറ്റായ സൗഹൃദങ്ങൾ, മയക്കുമരുന്നിൻ്റെ ലക്ഷണങ്ങൾ, പഠനത്തോടുള്ള പെട്ടെന്നുള്ള താല്പര്യക്കുറവുകൾ, ഇവയൊന്നും നമുക്ക് അവഗണിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇത് ഒരു സാധാരണമായ പ്രായത്തിൻ്റെ ടീനേജിൻ്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയാം, ആയിരിക്കാം. പക്ഷെ അതുപോലെ തന്നെ അത് ചിലപ്പോൾ ഒരു സഹായത്തിനുള്ള ഒരു നിലവിളിയായിരിക്കാം. അത് നമുക്ക് കേൾക്കാൻ സാധിക്കണം. അതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം. ആവശ്യമെങ്കിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയണം. നേരത്തെയുള്ള നമ്മുടെ ഇടപെടൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഇല്ല എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം കൂടിയാണ്. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കുന്നത് സ്നേഹമല്ല. പുതിയ ഫോൺ, ഓക്കെ. കൂടുതൽ പണം, ഓക്കെ. അച്ചടക്കം വേണ്ട, ഓക്കെ, അത് നിന്റെ സ്വാതന്ത്ര്യം. ഉത്തരവാദിത്തം വേണ്ട, അത് ഞാൻ ചെയ്തോളാം. ഇങ്ങനെ വളർന്നാൽ കുട്ടി പാഠം പഠിച്ചേക്കാം, പരീക്ഷയിൽ ജയിച്ചേക്കാം. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് ലഭിക്കണം, എനിക്ക് ലഭിക്കും എന്നൊരു ചിന്തയാണ് ഈ കുഞ്ഞിന്റെ തലയിൽ കയറുന്നത്. പക്ഷെ യഥാർത്ഥ സ്നേഹം അതിരുകളും നിശ്ചയിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്നേഹം വേണം, അച്ചടക്കവും വേണം, സ്വാതന്ത്ര്യം വേണം, പക്ഷേ ഉത്തരവാദിത്തോടുള്ള സ്വാതന്ത്ര്യം. ചിലപ്പോൾ ഏറ്റവും സ്നേഹമുള്ള വാക്ക് എന്ന് പറയുന്നത് ഇല്ല, നോ എന്ന് പറയുന്നത് തന്നെയാണ്. ഇന്നത്തെ സ്നേഹമുള്ള ഒരു നോ നാളത്തെ വലിയ ഒരു ദുരന്തം തടഞ്ഞു വെക്കും. സ്നേഹമുള്ള യുവജനങ്ങളെ, നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങൾ ഒരു പ്രശ്നമാണ് എന്ന് ഒരിക്കലും സമൂഹം പറയുന്നില്ല. നിങ്ങൾ ഒരു പരിഹാരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഈ പ്രായത്തിൽ കോപമുണ്ട്, വേദനയുണ്ട്, മാതാപിതാക്കൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല തോന്നലുണ്ടാകാം. പക്ഷേ നമുക്ക് തുറന്ന് സംസാരിക്കാം. മയക്കുമരുന്ന്, അഡിക്ഷൻ, പോണോഗ്രഫി, തെറ്റായ ബന്ധങ്ങൾ, കോപം, ഇവയുമായി പോരാടുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. ഒരു നിമിഷത്തെ കോപം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ ഭാവിയും നിങ്ങൾ നശിപ്പിക്കരുത്. അല്പം പണത്തിനും അല്പം സ്വാതന്ത്ര്യത്തിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ വെട്ടിയെറിയാൻ മടിക്കാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുന്നു. നമുക്ക് കുടുംബത്തെ വീണ്ടും ശക്തമാക്കണം. ശക്തമായ ഒരു കുടുംബം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത കുടുംബമൊന്നുമല്ല. പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുന്ന കുടുംബമാണ് ഏറ്റവും ശക്തമായ കുടുംബം. മക്കളെ കേൾക്കുന്ന വീടുകളാണ് നമുക്ക് വേണ്ടത്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾ, യുവാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള ധൈര്യവും സ്നേഹവുമുള്ള മാതാപിതാക്കന്മാർ. ദൈവത്തെ വീണ്ടും നമ്മുടെ ആ കുടുംബത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക,
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, മക്കളെ സ്നേഹിക്കാനും ഉത്തരവാദിത്വമുള്ളവരാകാനും പഠിപ്പിക്കുക. അവസാനമായി മാതാപിതാക്കളെ, നിങ്ങൾ ആരും പെർഫെക്റ്റ് പേരൻസ് ആകരുത്. നിങ്ങൾ ആരും പൂർണ്ണരല്ല. പക്ഷെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ പ്രസൻസ് അത് ഒരു ഉറപ്പാണ്. ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നത് പുതിയ ഫോണോ വില കൂടിയ സ്കൂളോ ഒന്നുമല്ല. അതൊരു ഉറപ്പാണ്. മക്കൾക്ക് നൽകുന്ന ഉറപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ മകനെ മകളെ എന്തു സംഭവിച്ചാലും നിനക്ക് എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാം, എന്നോട് സംസാരിക്കാം. ഈ കുടുംബം നിന്നെ കേൾക്കാൻ തയ്യാറാണ്. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതൊന്നുമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ സമൂഹത്തിന് എന്ത് സംഭവിച്ചു. പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നാളത്തെ കുട്ടികൾക്കായി നമ്മൾ എങ്ങനെയുള്ള കുടുംബങ്ങളാണ് നിർമ്മിക്കുന്നത്. നാളെ ഒരു നല്ല സമൂഹം ഉണ്ടാകണമെങ്കിൽ ഇന്ന് ശക്തമായ കുടുംബങ്ങൾ നമുക്ക് നിർമ്മിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങി നൽകുന്നവരാകരുത്. അവർക്ക് സമയം നൽകണം. അവർക്ക് സ്വാതന്ത്ര്യം മാത്രം നൽകുന്നവരാകരുത്. അവർക്ക് മാർഗനിർദ്ദേശവും ഉപദേശവും കൊടുക്കണം. വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ, ജീവിതത്തിൽ മൂല്യങ്ങളുള്ളവരായി വളർത്തണം. വിജയത്തിന് വേണ്ടി മാത്രം പഠിപ്പിക്കരുത്. വിശ്വാസവും കരുണയും ഉത്തരവാദിത്വവും പഠിപ്പിക്കണം. എല്ലാത്തിലും ഉപരിയായി മനുഷ്യൻ ജീവന്റെ വിലയെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം. കാരണം മാറ്റം തുടങ്ങേണ്ടത് പുറത്തൊരിടത്തുമല്ല, നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണ്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇനിയും കൊലക്കളങ്ങളാകാതെ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം സുരക്ഷിതമാകാതെ നമുക്ക് വളരെ ശക്തമായ ഒരു കുടുംബത്തിന് അടിത്തറയിടണം. സ്നേഹമുള്ളവരെ, ഒരു നല്ല സമൂഹം രൂപപ്പെടേണ്ടത് നല്ല കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് നമ്മുടെ സ്നേഹത്തിൽ നിന്നാണ്, നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ കൊലക്കളങ്ങളാകാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നവരാകാതിരിക്കാൻ, എന്ത് വാങ്ങിക്കൊടുക്കുന്നു, എന്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾ കൂടെ നിന്ന് അവരെ സ്നേഹത്തോടുകൂടി നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ സമയം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തണലാകണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിന് കൂടെ ഉണ്ടാകട്ടെ.